അപ്പോൾ തന്നെ ക്രിസ്ത്യൻ വലതുപക്ഷം അവർ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകളും യോഗങ്ങളും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ റാലികളൊക്കെ ഒരു സുവിശേഷ യോഗങ്ങൾ പോലെ ആവേശം നിറയ്ക്കുന്നതാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ ഭാഷ മാറും, രീതി മാറും, പക്ഷേ അതുവരെയും ഒരു ചർച്ചിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ്. 50 വർഷത്തോളം നിലനിന്നായ അബോർഷന് അനുകൂലമായിട്ടുള്ള ആ നിയമത്തെ മാറ്റി എഴുതുവാൻ കാരണമായി തീർന്നത് സുപ്രീം കോടതിയിലെ ഈ നിയമനമാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന പല കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുണ്ട്. ട്രംപ് കൂടുതൽ കരുത്തനും കൂടുതൽ ശക്തനുമാണെന്നും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എത്രമാത്രം കൃത്യമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജനുവരി മാസം 20-ാം തീയതി അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അമേരിക്ക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വളരെ കൗതുകത്തോടും ശ്രദ്ധയോടും കൂടിയാണ് ഈ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. 45ാമത്തെ പ്രസിഡൻ്റായി 4 വർഷം അധികാരത്തിലിരുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും ജയിക്കുവാനുള്ള മോഹത്തോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. എന്നാൽ ആ പരാജയം സമ്മതിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകൾ, പ്രശ്നങ്ങൾ, അതുമായി തനിക്ക് പിന്തുണ നൽകുന്നവർ ഉണ്ടാക്കുന്നതായ കലാപങ്ങൾ, അവയുടെയൊക്കെയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ തനിക്ക് കുറ്റവാളി എന്ന ഒരു മുദ്രയാണ് ചാർത്തപ്പെട്ട് കിട്ടിയത്. ആ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര തന്നെ ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റി. ആദ്യം കണ്ട ഡൊണാൾഡ് ട്രംപ് അല്ല രണ്ടാമത്തെ തവണയിൽ അധികാരമേൽക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ഈ ഉന്നതമായ പദവിയിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു വ്യക്തി വന്നത്? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു താല്പര്യം പറഞ്ഞാൽ പോലും അതിനെ പരിഹാസത്തോടെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് പരക്കെ മാധ്യമ രംഗങ്ങളിലും റിയൽ എസ്റ്റേറ്റ് രംഗങ്ങളിലും ഇതര ഹോട്ടൽ വ്യവസായങ്ങളിലുമൊക്കെ അദ്ദേഹം ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരുന്ന് സൽക്കാരം സ്വീകരിക്കാത്ത മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രമാത്രം അമേരിക്കയിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം കരുതി അദ്ദേഹം ഈ പ്രൈമറിയിൽ പോലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ പോലും എങ്ങും അദ്ദേഹം എത്താൻ പോകുന്നില്ല. എന്നാൽ സാവധാനം അദ്ദേഹം തൻ്റെ നില ഉയർത്തി ഒടുവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനിയായി അദ്ദേഹം രംഗത്ത് വന്നു. ഇത് വളരെ ആശ്ചര്യമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഒടുവിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഞെട്ടലോടെയാണ് ആ വാർത്ത ശ്രദ്ധിച്ചത്. ഒബാമയുടെ 8 വർഷത്തെ ഭരണത്തിന് ശേഷം ഹിലറി ക്ലിൻ്റൺ, അതും ആദ്യമായി ഒരു വനിത പ്രസിഡൻ്റാകാനുള്ള സാധ്യതയും അവിടെ നിൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു തരത്തിലും ജയിക്കുകയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് അദ്ദേഹം വിജയശ്രീലാളിതനായി വന്നു. എങ്ങനെയാണത് സംഭവിച്ചത്? അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രവും അമേരിക്കയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നവർക്ക് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ മാഗ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ട്. മാഗ എന്നാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ട്രംപിൻ്റെ മുദ്രാവാക്യമായിരുന്നു അത്. ട്രംപ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ആകെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ ഒരു തരത്തിലും പുനരുജ്ജീവിപ്പിക്കുവാനുള്ളതായ യാതൊരു പവറോ അല്ലെങ്കിൽ അപ്രകാരമുള്ള കരിസ്മയുള്ള ഒരു ലീഡർ പോലും ഇല്ലാത്ത ഒരു സമയത്താണ് ഡൊണാൾഡ് ട്രംപ് വരുന്നത്. ധാരാളം പണം തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പലരും മുന്നോട്ട് വന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഒരു ഉദ്ദേശവുമില്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ ആശയമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. എന്നാൽ അമേരിക്കയെ കൂടുതൽ വീണ്ടും മഹത്തരമാക്കുക, ആ വാക്ക് ശ്രദ്ധിക്കുക, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക. അപ്പോൾ എവിടെ വെച്ചാണ് അമേരിക്കയുടെ ഗ്ലോറി നഷ്ടപ്പെട്ടത്? 2ാം ലോകമഹായുദ്ധം അവസാനിക്കാതെ നിൽക്കുമ്പോൾ ജപ്പാനിൽ
ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ബോംബുകൾ വർഷിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തെ അവസാനിപ്പിച്ച അമേരിക്കയുടെ മുൻപിൽ ലോകരാജ്യങ്ങളൊക്കെ ഭയത്തോടെ നോക്കി നിന്നു. അമേരിക്കയുടെ കയ്യിലുള്ളത് എന്താണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അവർ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയോട് എതിർക്കാതെയോ അമേരിക്കയോട് ചേർന്നോ സഹകരിച്ച് മുന്നോട്ട് പോയി. എന്നാൽ പിൽക്കാല ചരിത്രം വരുമ്പോൾ റൊണാൾഡ് റെയ്ഗൻ്റെ കാലഘട്ടമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജോർജ് ബുഷ് സീനിയർ, അദ്ദേഹത്തിൻ്റെ കാലത്തെ യുദ്ധങ്ങൾ, അതിനുശേഷം ക്ലിൻ്റൻ്റെ കാലത്തുണ്ടാകുന്നതായ ഭരണപരമായിരിക്കുന്ന നേട്ടം അല്ലെങ്കിൽ സാമ്പത്തികമാകുന്ന വർധനവ്, സാമ്പത്തികമാകുന്ന ഉയർച്ച. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ക്ലിൻ്റൺ ഉണ്ടാക്കിയ വൈറ്റ് ഹൗസിൽ മോണിക്ക ലെവിൻസ്കിയുമായി ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അവ അമേരിക്കൻ പ്രസിഡൻ്റിലെ വൈറ്റ് ഹൗസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പിന്നീട് വന്ന ജോർജ് ബുഷ് ജൂനിയർ, ജോർജ് W. ബുഷ്, അദ്ദേഹത്തിനും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അനാവശ്യമായ യുദ്ധത്തിന് വേണ്ടി ഇറാഖിലേക്ക് കടന്നുപോയി മിഡിൽ ഈസ്റ്റിൻ്റെ മുഴുവൻ ഫാബ്രിക് തന്നെ അദ്ദേഹം തകർത്ത് കളഞ്ഞു. എന്നാൽ ജോർജ് ബുഷിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടെ കൂടുതൽ ഹൈപ്പ് കിട്ടി വന്ന വ്യക്തിയാണ് ബറാക്ക് ഒബാമ. ന്യൂസ് വീക്ക് മാഗസിൻ അദ്ദേഹത്തെ വിളിച്ച അമേരിക്കയുടെ ഫസ്റ്റ് ഗേ പ്രസിഡൻ്റ് എന്നാണ്. ജുഡിയോ ക്രിസ്ത്യൻ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അമേരിക്കയുടെ ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ ഏതാണ്ട് പൂർത്തീകരണമാണ് ബറാക്ക് ഒബാമയുടെ സമയത്ത് അമേരിക്കയിൽ സംഭവിച്ചത്. അമേരിക്കയിൽ ജെൻഡർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാത്ത മറ്റു വർഗം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ മിലിറ്ററിയിലും എല്ലാ മേഖലകളിലും കയറിക്കൂടിയത് ബറാക്ക് ഒബാമയുടെ കാലഘട്ടത്താണ്. അദ്ദേഹത്തിൻ്റെ അഫോർഡബിൾ കെയർ ആക്ട് എന്ന ഒരു ബിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ഒരു പദ്ധതി, അത് ശ്രദ്ധേയമാണ്, അഭിനന്ദനീയവുമാണ്. ധാരാളം പോരായ്മകൾ ഉണ്ടെങ്കിലും അതിനെ ഒബാമ കെയർ എന്നും വിളിക്കും. അതുകൂടാതെ അതല്ലാതെ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിരുന്നു. അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം കൊടുത്ത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു സമ്മാനം നൽകിയതായിരിക്കാം. പക്ഷേ അത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് നോബൽ കമ്മിറ്റി ചെയ്തത്. എന്നാൽ പിന്നീട് വന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം എങ്ങനെയാണ് വന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഒന്നാമത്തത്, അമേരിക്കയുടെ ജുഡിയോ ക്രിസ്ത്യൻ സംസ്കാരം അതിന് മുറിവേറ്റു. രണ്ടാമത്തെ, അമേരിക്കയുടെ ദേശീയത, അതിൻ്റെ പ്രാധാന്യം അവഗണിക്കപ്പെട്ടു. ലോകരാജ്യങ്ങളിലെ ചെറിയ രാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഇറാനെ പോലെ രാജ്യങ്ങൾ പോലും അമേരിക്കയുമായി വിലപേശുന്നതായ ധൈര്യം കാണിച്ചു. പിന്നെ മൂന്നാമത്തെ കാര്യം, അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ. അപ്പോൾ ദേശീയതയും അമേരിക്കയുടെ സംസ്കാരവും അതുപോലെ സാമ്പത്തിക മേഖലയിലുമൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം. ഈ സമയത്താണ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാം എന്ന ഒരു മുദ്രാവാക്യവുമായി ട്രംപ് വരുന്നത്. ട്രംപ് ഈ 3 കാര്യങ്ങളാണ് ഊന്നൽ കൊടുത്തത്. അമേരിക്കയുടെ സംസ്കാരം എന്താണ്? ക്രിസ്ത്യൻ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം ഹൈന്ദവ സംസ്കാരമാണ്. ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി മോദി ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കാരമാണത്. ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഫാബ്രിക്, കൾച്ചറൽ ഫാബ്രിക് എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമിക് കൺട്രികളിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനെ വളരെ പ്രൈസ് ചെയ്യുന്ന, പുകഴ്ത്തുന്ന ആ വ്യക്തികൾ ഇവിടെ വരുമ്പോൾ വർഗീയതയായി മാറും. ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ക്രിസ്ത്യൻ കൾച്ചറുണ്ട്, ക്രിസ്ത്യൻ സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഷെയറിങ്ങിൻ്റേതാണ്, കെയറിങ്ങിൻ്റേതാണ്. ലോകമെമ്പാടും കടന്നുപോയി ഇല്ലാത്തവരെ സഹായിക്കുന്ന ആ ഒരു പ്രവണതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അമേരിക്കയുടെ ആ സംസ്കാരത്തിനേറ്റ മുറിവ്, അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുണ്ടായിരിക്കുന്ന ഈ അധപ്പതനം കൺസർവേറ്റീവ് ക്രിസ്ത്യൻസിൻ്റെ കൺസോളിഡേഷനിലേക്ക് വഴിതെളിച്ചു. അമേരിക്കയുടെ ക്രിസ്ത്യൻ വലതുപക്ഷം അവർ ഒരുമിച്ചു. ഡൊണാൾഡ് ട്രംപ് കൃത്യമായ നിലകളിൽ എതിരാളികളെ വളരെ മോശം ഭാഷ ഉപയോഗിച്ച് വാർത്താ മാധ്യമങ്ങളെ മറ്റുള്ളവർ ഭയപ്പാടോടെ കാണുമ്പോൾ അവരെ ഫേക്ക് ന്യൂസ് എന്ന് തന്നെ മുഖത്ത് നോക്കി വിളിച്ച്
യാതൊരു മറയും തെളിവുമില്ലാതെ ഒരു വ്യക്തിയെ അവരുടെ ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ചെയ്യാൻ തക്കവണ്ണം മനസ്സില്ലാത്ത രീതിയിൽ അദ്ദേഹം മുന്നേറി. അമേരിക്കയ്ക്ക് ആ സമയത്ത് വേണ്ടത് ഇങ്ങനെ ഒരു പ്രസിഡന്റ്, ഇങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം അമേരിക്കയുടെ എല്ലാ മേഖലകളിലും ധാർമ്മിക അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഡൊണാൾഡ് ട്രംപിനെ പോലെ വരുന്നത്. പുള്ളിക്കാരൻ ഇടവും വലവും നോട്ടമൊന്നുമില്ല. അപ്പോൾ തന്നെ ക്രിസ്ത്യൻ വലതുപക്ഷം അവർ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകളും യോഗങ്ങളും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ റാലികളൊക്കെ ഒരു സുവിശേഷ യോഗങ്ങൾ പോലെ ആവേശം നിറയ്ക്കുന്നതാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ ഭാഷ മാറും, രീതി മാറും, പക്ഷേ അതുവരെയും ഒരു ചർച്ചിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ്. ഏറ്റവും അവസാനത്തെ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷൻ നോക്കിയാൽ മതി. അതിൽ പോലും ഒരു സുവിശേഷ യോഗത്തിൻ്റെ പ്രതീതിയാണ് ആ സമ്മേളനത്തിലുള്ളത്. കാരണം ക്രിസ്ത്യൻ വലതുപക്ഷം ശക്തമായിട്ട് കൺസർവേറ്റീവ് വ്യക്തികൾ അദ്ദേഹത്തിന് വേണ്ടതായ സപ്പോർട്ട് നൽകി. ഇത് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയത്തിലേക്കാണ് കൊണ്ടുവന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമരംഗത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും ഡൊണാൾഡ് ട്രംപിന് എതിരെ വിധിയെഴുതി. പക്ഷേ എന്നാൽ അദ്ദേഹം ജയിച്ചു കയറി. ഒരു കാര്യം മനസ്സിലാക്കുക, ആ സമയത്ത് അദ്ദേഹത്തിന് മാധ്യമങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്, ഇന്നത്തെ കണക്കല്ല. ഒടുവിൽ അദ്ദേഹം ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനോട് കാണിച്ചത് അനീതിയാണെന്നും ഇലക്ഷൻ റിഗ്ഡാണെന്നും ഇലക്ഷന് അതിനകത്ത് പലതും തെറ്റായി ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വാക്കുകൾ പറയാൻ പോലും സോഷ്യൽ മീഡിയകൾ അനുവദിച്ചില്ല. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങി സകലതും. പക്ഷേ എന്നാൽ അദ്ദേഹം ആദ്യ തവണ ജനിച്ചു വന്നതിന് ശേഷം പെന്തക്കോസ്ത് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് കൂടുതൽ അക്സെപ്റ്റഡായി തീരാൻ കാരണം ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന യെറുശലേം അതിനെ അംഗീകരിച്ച് അമേരിക്കയുടെ എംബസി അവിടേക്ക് മാറ്റിയ ഒരു നടപടിയാണ്. ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഉടനെ ജനമെല്ലാം കരുതിയത് മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം വലിയ പ്രശ്നങ്ങളിലേക്ക് വരുമെന്നാണ്. കാരണം അദ്ദേഹം ആദ്യം വന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളതായ വ്യക്തികളെ അമേരിക്കയിലേക്ക് നിരോധിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറായിരുന്നു. അന്നേരം ആ ഓർഡറിനെതിരെ ഭയങ്കരമായ വിമർശനമുണ്ടായി. അദ്ദേഹം റേസിസ്റ്റ് ആണെന്നും ഒക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ UK-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്ത ഒരു തീരുമാനം, അതല്ലെങ്കിൽ ഇപ്രകാരമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഇമിഗ്രൻസായിട്ട് വരുന്ന അല്ലെങ്കിൽ യാതൊരു ഡോക്യുമെൻസും ഇല്ലാതെ അവരുടെ പേര് മാത്രം ഒരു മുസ്ലിം നാമവും അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിൽ അമേരിക്ക കൂടുതൽ പശ്ചാത്തപിക്കേണ്ടി വന്നിരുന്നേനെ. ഇന്ന് നമ്മൾ അദ്ദേഹം എടുത്ത തീരുമാനത്തിനെ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം യൂറോപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങനെയുള്ള സുപ്രധാന തീരുമാനം, അത് മാത്രമല്ല സാമ്പത്തികമായ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നെഗോഷിയേറ്റിംഗ് പവർ അത് ലോകം കണ്ടതാണ്. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് ഒരു ഗാലൻ 3.25 ലിറ്റർ പാലിന് $1 വാങ്ങിച്ച സമയമുണ്ട്. അതിൻ്റെ വില ഇന്ന് നേരെ $3 അധികമായി മാറി. പെട്രോള് $1.5. പക്ഷേ എന്നാൽ അതിനുശേഷം ഇപ്പോൾ $3.5-4 അതിന് മുകളിലേക്കും, അതായത് ഡാളസിലെ കാര്യമാണ് ഞാനീ പറയുന്നത്, വന്നൊരു സമയമുണ്ട്. അപ്പോൾ ജനത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള കാര്യം. അതിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽ അദ്ദേഹം താല്പര്യപ്പെട്ട പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൺസർവേറ്റീവ് സ്വഭാവമാക്കി മാറ്റി. 3 ജഡ്ജിമാരെ, കൺസർവേറ്റീവ് ജഡ്ജിമാരെ അദ്ദേഹം സുപ്രീം കോർട്ടിൽ അദ്ദേഹം നിയമിച്ചു. അങ്ങനെ ആകെ 9 പേരുള്ളതിൽ 6 പേരും കൺസർവേറ്റീവ്സാണ്, 3 പേര് മാത്രമാണ് ലിബറൽസ്. അതുകൊണ്ടാണ് 50 വർഷത്തോളം നിലനിന്നായ അബോർഷന് അനുകൂലമായിട്ടുള്ള ആ നിയമത്തെ മാറ്റി എഴുതുവാൻ കാരണമായി തീർന്നത് സുപ്രീം കോടതിയിലെ ഈ നിയമനമാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന പല കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങി ആ പരാജയം സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അതിനുള്ള വഴി അദ്ദേഹം ഒരുക്കിയില്ല. അദ്ദേഹം ബൈഡൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. എന്നാൽ പിന്നീടൊരു 4 വർഷം അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അദ്ദേഹം ശക്തമായി തിരിച്ചു വരുമ്പോൾ പല സംഭവങ്ങൾ ലോകത്ത് അരങ്ങേറുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ സമയത്ത് ലോകത്ത് ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ പോലും അവസാനിക്കുന്ന നിലകളിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷമായിരുന്നുവെങ്കിൽ ബൈഡൻ കയറിയതിന് ശേഷമായി റഷ്യ ഉക്രൈൻ വാർ, ഹമാസും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി പ്രശ്നങ്ങൾ സങ്കീർണമായി മാറി.
അപ്പോൾ ജനങ്ങൾ വീണ്ടും ട്രംപിനെക്കുറിച്ച് ചിന്തിച്ചു, ട്രംപിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു, ട്രംപ് പറയുന്ന വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഈ 4 വർഷം കഴിഞ്ഞ് ട്രംപ് വരുമ്പോഴേക്കും ജിയോ പൊളിറ്റിക്സ് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അമേരിക്കയുടെ ബോർഡറുകൾ അദ്ദേഹം സുരക്ഷിതമാക്കും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്കയിലേക്ക് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലെ ക്രിമിനലായിട്ടുള്ള വ്യക്തികൾ അമേരിക്കയിലേക്ക് വന്നാൽ അമേരിക്കയുടെ സംസ്കാരത്തിന്, അല്ലെങ്കിൽ അമേരിക്കയുടെ ക്രിസ്ത്യൻ സംസ്കാരത്തിന് അത് കോട്ടം ഏൽപ്പിക്കും. അപ്പോൾ വീണ്ടും കൺസർവേറ്റീവ് ക്രിസ്ത്യൻസ് വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് ട്രംപിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഫെൻറ്റൈൽ എന്ന് പറയുന്നതായ ഒരു മയക്കുമരുന്ന് ടൺ കണക്കിനാണ് ബോർഡർ വഴി ഇവിടേക്ക് കടന്നു വരുന്നത്. ഇത് അമേരിക്കൻ യുവതയെ, അമേരിക്കൻ ബാല്യത്തെ യുവതയെയും തകർത്ത് കളയുന്ന ഇതിന് എതിരെ ജനം ചിന്തിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചു. അതും ട്രംപിൻ്റെ ജയത്തിന് വഴിയൊരുക്കി. മൂന്നാമത്തെ കാര്യം, അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, എല്ലാ മേഖലകളിലും ഇൻഫ്ലേഷനാണ്, വിലവർധനയാണ്. ഇതിനെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം പ്രത്യേകമായൊരു ആക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതും ട്രംപിൻ്റെ വിജയത്തിന് വഴിയൊരുക്കി. നാലാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധയോടും ഭയപ്പാടോടും ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ട്രംപിന് ഘടകങ്ങൾ അനുകൂലമാകുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ട്രംപ് ആദ്യത്തെ സമയത്ത് ഭരണപരിചയമില്ലാത്ത, കേവലം ബിസിനസ്സുകൾ മാത്രം ചെയ്ത് ലാഭം മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം കുറച്ചും കൂടെ കരുത്തനും ഷാർപ്പുമായിരിക്കുന്നു. തൻ്റെ ചെവിയുടെ തുളച്ച് കടന്നുപോയ ആ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വീക്ഷണത്തിനകത്ത് ഉറപ്പും ധൈര്യവും ഭയമില്ലാത്തവനുമായി അമേരിക്കൻ ജനത വീണ്ടും അദ്ദേഹത്തെ കാണുവാനിടയായി തീർന്നു. താരതമ്യേന ദുർബലയായ കമല ഹാരിസിന് പിന്നിൽ അമേരിക്കയിലെ ശക്തന്മാരും അമേരിക്കയിലെ മാധ്യമങ്ങളും എല്ലാം അണിനിരന്നപ്പോഴും വീണ്ടും ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടുതൽ കരുത്തനാകുന്നതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. അമേരിക്കയിലെ സകല മാധ്യമങ്ങളെക്കാളും സെൻസറിങ് ഇല്ലാതെ ലോകത്തിനു മുമ്പിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതായ എക്സ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കൃത്യമായ നിലകളിൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നു. അതുമാത്രമല്ല, ഇനി മാധ്യമങ്ങൾക്ക് കള്ളം പറയാൻ കഴിയുകയില്ല. കാരണം സത്യാവസ്ഥ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ളതായ പവർ അവർക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് കൂടുതൽ കരുത്തനും കൂടുതൽ ശക്തനുമാണെന്നും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എത്രമാത്രം കൃത്യമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായിരിക്കും ഇനി ലോകത്ത് സംഭവിക്കുന്നത്, അമേരിക്കയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇവയെല്ലാം നമ്മൾ ഈ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ 144 സങ്കീർത്തനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജാവിനെ വാഴിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്, തലമുറയോടുള്ള ബന്ധത്തിൽ പുത്രന്മാരും പുത്രിമാരും അവരെങ്ങനെയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, സമ്പത്ത്, ആടുമാടുകൾ അതിൻ്റെ വർധനവിനെക്കുറിച്ച് അവിടെ പറയുന്നത്, അപ്പോൾ സമ്പത്ത്. മൂന്നാമത്തെ കാര്യം, യുദ്ധങ്ങളില്ലാത്ത തെരുവീഥികൾ, നിലവിളിയില്ലാത്ത അവസ്ഥകൾ. ഈ 3 കാര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ തലമുറകളെക്കുറിച്ചുള്ള കൺസേൺ അവർക്കുണ്ട്. അവരുടെ സാമ്പത്തിക വിഷയങ്ങളിൽ വന്നിരിക്കുന്ന ആ കുറവ് പരിഹരിക്കപ്പെടും എന്നവർ ചിന്തിക്കുന്നു. മൂന്നാമത്തത്, യുദ്ധങ്ങളില്ലാത്ത സമാധാനമുള്ള അന്തരീക്ഷം. ഇത് 3 ആഗ്രഹിക്കുന്ന തെറ്റല്ല. കാത്തിരുന്ന് കാണാം.